മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യം, അള്ളാഹുവിനെ പ്രണയിക്കുന്നുണ്ടോ, സൃഷ്ടാവിനെ സ്നേഹിക്കുന്നുണ്ടോ? അവിടുത്തെ മറുപടി, സ്നേഹിക്കുന്നുണ്ട്, വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. വീണ്ടും ചോദ്യകർത്താവ് ഉന്നയിച്ചു, പിശാചിനെ വെറുക്കുന്നുണ്ടോ? അവിടുത്തെ മറുപടി ഇല്ല. ചോദ്യകർത്താവിന്റെ വീണ്ടുമുള്ള ചോദ്യം, സൃഷ്ടാവിനെ സ്നേഹിച്ച് പിശാചിനെ വെറുക്കാതിരിക്കാനുള്ള കാരണം? മഹദിയവർകൾ തുടർന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ സൃഷ്ടാവാകുന്ന റബ്ബിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന് ഒരു ഒഴിവും ലഭിക്കുന്നില്ല. പിന്നെങ്ങനെയാണ് പിശാചിൻ്റെ ഒരു ഓർമ്മ തന്നെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ ഈ പോയിന്റ് നമ്മളുടെ മനസ്സിൽ വെക്കുക. ഞാൻ ചോദിക്കുകയാ, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു സുഖ്റുഫിൽ 67-ാമതൊരു ആയത്തുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പള്ളിയിൽ മിനാരത്തിൽ നിന്ന് വാങ്കിന്റെ വിളി കേൾക്കുകയാണ്. കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ പള്ളിയിൽ പോകാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ മറ്റൊരു കൂട്ടുകാരൻ വന്നുകൊണ്ട് പറയുകയാണ്, കളിക്കാൻ പറമ്പിലേക്ക് പോകാം. അവന്റെ താല്പര്യത്തിലും അവന്റെ പ്രചോദനത്തിലും ഇവരെല്ലാം കൂടി കളിപ്പറമ്പിലേക്ക് നീങ്ങുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടുകാരൻ നാളെ പടച്ചവന്റെ കോടതിയിൽ നിനക്ക് ശത്രുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ, ആ സൃഷ്ടാവിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് നമ്മളുടെ സമയത്ത് വിനിയോഗിച്ചാൽ നഷ്ടം നമ്മൾക്കുണ്ടാവില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.